ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അടപ്പായസം ഉണ്ടാക്കിയാലോ. അതിന് ആവശ്യമായത് ആദ്യമായിട്ട് നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം വയ്ക്കണം. എന്നിട്ട് ശർക്കര ഉരുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ ശർക്കര എടുത്ത് വച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അട വേകുന്ന സമയം കൊണ്ട് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പം ഞാൻ അട തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് വെള്ളം തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ ശർക്കര ഉരുകി വരും. അട വേവിക്കാനായിട്ട് വെച്ച വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് അട ഇട്ട് കൊടുത്ത് അതിനെ വേകാനായിട്ട് അനുവദിക്കാം. അട വെള്ളത്തിലേക്ക് ഇടുകയാണേ. എന്നിട്ട് നന്നായിട്ട് അട ഒന്ന് ഇളക്കി കൊടുക്കണം. അട ഇളക്കി വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് അത് കുറച്ച് സമയം വേകാനായിട്ട് അനുവദിക്കണം. ഈ സമയം നമ്മൾ ശർക്കര അടുപ്പിലിരിക്കുകയാണ്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ശർക്കര ഏകദേശം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് അട വെന്തോന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഏകദേശം ഉരുകി കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് ചവ്വരി വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ ചവ്വരി വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അറ്റ് ടൈം എല്ലാം വേവിച്ച് കിട്ടിയാൽ എളുപ്പമുണ്ട് വയ്ക്കാനായിട്ട്. അട ഇടയ്ക്കിടയ്ക്ക് നോക്കണം വെന്തോന്ന്. കുറച്ചും കൂടി വേകണം അട. അപ്പോഴത്തേക്ക് നമുക്ക് ചവ്വരി നോക്കാം, ചവ്വരി വെന്തോന്ന്. ചവ്വരി വെന്തിട്ടില്ല. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പാല്, 2 കോറ് പാലെടുത്ത് അത് തിളപ്പിക്കാൻ വയ്ക്കാം. പലരും പല രീതിയിലാണ് അട ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിലാണ്. നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മുടെ അട ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിനെ ഒരു സ്ട്രെയിനറിൽ സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ വെള്ളം ഊറ്റിക്കളയണം. അപ്പോഴത്തേക്കും നമ്മൾ വെച്ച ചവ്വരി എന്തായെന്ന് നോക്കാം. ചവ്വരി അടുപ്പിലിരുന്ന് വേകുന്നുണ്ട്. അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അട ഒന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. സ്ട്രെയിനറിൽ ഊറ്റിയെടുക്കാം. അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, സിങ്കിൽ കൊണ്ടുപോകണം. അപ്പം അടയെല്ലാം ഞാൻ ഊറ്റി വെച്ചു. അത് കഴിഞ്ഞ് ആ പാത്രം തന്നെ ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചവ്വരി ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അട നമ്മൾ വേവിക്കാൻ വെച്ച ആ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യിട്ട് നമ്മളെടുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒക്കെ ഇല്ലേ. ഇനി നമുക്ക് ചവ്വരി വെന്ത് കഴിഞ്ഞു. നമുക്കിനി അടുപ്പിലേക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോൾ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂ കിസ്മിസ് എല്ലാം ഇട്ട് ഒന്ന് വറുത്ത് കോരാം.
നെയ്യൊന്ന് ഉരുക്കി വരട്ടെ. നമ്മുടെ കാഷ്യൂം കിസ്മിസും ഇട്ട് വറുത്ത് പോരാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് നെയ്യിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഗുണ്ടുമണികളായ കിസ്മിസാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചുക്കിച്ചുളിഞ്ഞു പോകും. ഇനി നമുക്ക് ആ നെയ്യിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അടയെടുത്തിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നെയ്യിൽ നന്നായിട്ട് സോർട്ട് ചെയ്തെടുക്കണം അട. അപ്പോഴേ ആ ടേസ്റ്റ് നെയ്യൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ അട മധുരമൊക്കെ പിടിച്ച് ഒന്ന് മിക്സായി അതൊന്ന് കുറുകി വരട്ടെ. നമുക്കിതിങ്ങനെ കുറേ സമയം ഇളക്കി കൊടുക്കണം. കുറേ സമയം ഇളക്കി 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 കൊടുക്കണം. എന്നാലേ അത് നന്നായിട്ട് മിക്സായി വരുള്ളൂ. ഈ സമയം അടുപ്പത്ത് പാലിരിപ്പുണ്ടേ. പാലും കൂടി ഒന്ന് ശ്രദ്ധ വേണം, അല്ലെങ്കിൽ പാല് പൊങ്ങിപ്പോവും. എന്നിട്ട് നമുക്കത് ഏകദേശം ആയെങ്കിൽ നമുക്കതിലേക്ക് നമ്മുടെ ചവ്വരി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ചവ്വരി എടുത്ത് മിക്സ് ചെയ്യാം. നമുക്കത് ആ പാല് പൊങ്ങുന്നു. അപ്പോൾ പാലൊന്ന് നോക്കിക്കോട്ടെ. ചവ്വരി ഇടാൻ പോയതാണ്, അപ്പോഴത്തേക്ക് പാല് പൊങ്ങി. അപ്പോൾ പാലൊന്ന് നോക്കിയിട്ട് നമുക്ക് ചവ്വരി എടുത്ത് നമുക്ക് മിക്സിലൂടെ ഇടാം.
ചവ്വരി നമ്മളതാ ഇടുകയാണ്. ഈ സമയം നമുക്ക് അതിലേക്ക് കുറച്ച് ചുക്കുപൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ. എനിക്ക് ചുക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അത് ഞാൻ കുറച്ച് കൂടുതലിടും. നല്ല ടേസ്റ്റാണ്, ചുക്കുപൊടി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ്. ആ ചുക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു ഫ്ലേവറും ഒക്കെ വരും. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാച്ചി വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കവർ പാല് കാച്ചിയിട്ടുണ്ട്, നോക്കി ഒഴിച്ചു കൊടുക്കാം. എത്ര ലൂസ് വേണം അതിനനുസരിച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വലുതായിട്ടൊന്നുമില്ല. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് അടച്ചു വയ്ക്കുക. കുറച്ച് സമയത്തേ ഉള്ളൂ. അപ്പം ഇന്നത്തെ അടപ്പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.